ഓസ്ട്രേലിയയുമായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റു. ഇന്ത്യക്ക് ഇത് നാണക്കേട് തന്നെയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തിരിച്ച് ടീമിലെത്തിയപ്പോൾ ഇന്ത്യ വീണ്ടും തോറ്റു തുടങ്ങി. ഇന്ത്യൻ ടീമിൽ ആരും തന്നെ കളിക്കുന്നില്ല. രോഹിത് ശർമ്മയും കോഹ്ലിയും എല്ലാവരും ഫ്ലോപ്പാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റതിന് ശേഷം വലിയ പ്രഖ്യാപനമാണ് രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു ടീമിനെ വെച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. യുവതാരങ്ങളെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരണം. ശ്രേയസ്, രഹാനെ, പൂജാര തുടങ്ങിയ താരങ്ങളെ തിരിച്ചു വിളിക്കണം. അതുപോലെ യുവതാരമായ സഞ്ജുവിനെ ടെസ്റ്റ് ടീമിൽ അവസരം കൊടുക്കണം. മൊത്തത്തിൽ ടെസ്റ്റ് ടീമിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇനി രക്ഷയില്ല. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ആരും തന്നെ ടെസ്റ്റിൽ കളിക്കുന്നില്ല. ഒരു 200 റൺസ് പോലും ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്കും വിഷമമാണ്. എന്റെ പ്രതീക്ഷ കോഹ്ലിയിലായിരുന്നു. എന്നാൽ കോഹ്ലിയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ജയ്സ്വാളിന് ഓപ്പണിംഗിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഫ്ലോപ്പാണെന്ന് എനിക്കറിയാം. ഞാനിനി ഓപ്പണിംഗിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്ക് ആ സ്ഥാനത്ത് കളിച്ചാൽ മാത്രമേ കളിക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു ടെസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ അടുത്ത ടെസ്റ്റിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ നിരാശയിലാണ്. അതുപോലത്തെ മോശം ബാറ്റിംഗ് ആണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ നിരാശപ്പെടുത്തി. ഓസ്ട്രേലിയ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. അവർക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇത്രയും പെട്ടെന്ന് ടെസ്റ്റ് തീരുമെന്ന് ആരും കരുതിയില്ല. ഇനി ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാതെ ഇന്ത്യൻ ടീമിന് രക്ഷയില്ല. സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് പരിഗണിക്കണമെന്നാണ് ഗംഭീർ പറയുന്നത്. ഒരുപക്ഷെ വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയേക്കും. ഇനിയും ടെസ്റ്റ് തോറ്റാൽ അത് ഇന്ത്യക്ക് പണിയാണ്. കാരണം ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ടെസ്റ്റും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.